സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ അടുത്ത ബന്ധു പോലീസുകാരി. ഇതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ കേസിൽ പ്രതിയാക്കാത്തതെന്ന സംശയവും ശക്തമാവുകയാണ്. മധ്യ കേരളത്തിലെ ജില്ലക്കാരിയായ ഈ പെൺകുട്ടി നിലവിൽ സുരക്ഷിത കേന്ദ്രത്തിലാണുള്ളത്. കേസിന്റെ തുടക്കം മുതലുള്ള കള്ളക്കളികൾക്ക് കാരണം ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്നാണ് ലഭിക്കുന്ന സൂചന. കേസിൽ അറസ്റ്റിലായ അഖിലുമായി ബന്ധമുള്ള കുട്ടിയാണ് പരാതി നൽകിയതെന്നും അഭ്യൂഹമുണ്ട്. അഖിലിന്റെ അച്ഛൻ പ്രാദേശിക CPM നേതാവാണ്. ഈ സാഹചര്യത്തിൽ ആദ്യം മുതൽ തന്നെ CPMന്റെ ഇടപെടലുണ്ടായി എന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ്. കേസിൽ തുടക്കം മുതലുള്ള പോലീസിന്റെ ഇടപെടലും ദുരൂഹത കൂട്ടുന്നു. സാധാരണ തൂങ്ങിമരണമുണ്ടായാൽ അത് സ്വയം തൂങ്ങി മരിച്ചതാണെന്ന് പോലീസ് FIRൽ എഴുതാറില്ല. എന്നാൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇട്ട ആദ്യ FIRൽ സ്വയം തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ ആത്മഹത്യയായി പരിഗണിച്ചാൽ മതി എന്ന സന്ദേശം പോലീസിന് അപ്പോഴേ കിട്ടിയിരുന്നു. സിദ്ധാർത്ഥന്റെ ദേഹത്ത് ക്രൂരമർദ്ദനത്തിന്റെ പാടുകളുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ FIRൽ സ്വയം തൂങ്ങി മരണമെന്ന് എഴുതുക അസാധ്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ പറ്റൂ. പക്ഷേ പൂക്കോട് ക്യാമ്പസിൽ അന്വേഷണത്തിനെത്തിയവർ ആദ്യം തന്നെ തൂങ്ങി മരണമാക്കിയെല്ലാം അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതിനു പിന്നിൽ കോളേജിലെ ഇടത് അധ്യാപക സംഘടനാ നേതാക്കളുടെ ഇടപെടലും ഉണ്ടായിരുന്നു. ആരാണ് സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്തതെന്ന് അറിയാനുള്ള അവകാശം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്കുണ്ട്. ആ പരാതിയിലെ വിശദാംശങ്ങളും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും പെൺകുട്ടിയുടെ പരാതി പരാമർശ വിധേയമാണ്. ഈ സാഹചര്യത്തിൽ എന്തായിരുന്നു ആ പരാതി എന്നും പരാതിക്കാരി ആരെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു സൂചനയും പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്നില്ല. പോലീസുകാരുടെ മകളാണ് ഈ കുട്ടിയെന്ന് കുടുംബം പലവിധ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയതാണ്. സിദ്ധാർത്ഥനെ കൈകാര്യം ചെയ്യാനുള്ള കൊട്ടേഷൻ അഖിലിനാണ് പെൺകുട്ടി നൽകിയതെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് പൂക്കോട് സർവകലാശാല ക്യാമ്പസ് അടച്ചിരുന്നു. വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധത്തിന്റെയും വിവിധ അന്വേഷണത്തിന്റെയും പശ്ചാത്തലത്തിലാണ് കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചത്. ഇതിനിടെ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിരുന്നു. SFIയുടെ ആൾക്കൂട്ട വിചാരണക്കിരയായി സിദ്ധാർത്ഥിന് മർദ്ദനമേൽക്കുമ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായ വിദ്യാർത്ഥികളെയാണ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. അധികൃതരെ വിവരമറിയിക്കാത്തതിനാലാണ് ഇത്തരത്തിലുള്ള നടപടി. ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആകെ 130 വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് വകവെച്ചിട്ടുണ്ട്. അതിനിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീനിനെയും ട്യൂറ്ററെയും സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലർ നടപടി തുടങ്ങിയിരുന്നു. വിഷയത്തിൽ വീഴ്ച പറ്റിയില്ലെന്നായിരുന്നു ഇരുവരുടെയും വിശദീകരണം. മരണം അറിഞ്ഞതിനു പിന്നാലെ വിഷയത്തിൽ ഇടപെട്ടുവെന്നും എല്ലാം നിയമപരമായി ചെയ്തുവെന്നാണ് ഇരുവരും പറയുന്നത്. എന്നാൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന മറുപടി തൃപ്തികരമല്ലെന്നാണ് VCയുടെ നിലപാട്. ഇതുപോലെ തന്നെ ആത്മഹത്യയാണെന്ന മുൻവിധിയോടുകൂടിയുള്ള സമീപനമാണ് തുടക്കം മുതൽ ക്യാമ്പസ് ഡീൻ NK നാരായണൻ സ്വീകരിച്ചതും. കേസിലെ പ്രതികളായ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിക്കൊണ്ട് 22-ന് ഡീൻ പുറത്തിറക്കിയ ഉത്തരവിലും ബോധപൂർവം തന്നെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണെന്ന് രേഖപ്പെടുത്തിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഫെബ്രുവരി 24-ന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തുവന്നത്. ഇതുപോലെ SFI നേതാക്കളായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വിവസ്ത്രനാക്കി മർദ്ദിച്ചുവെന്നത് വ്യക്തമാണ്. ഇതേ രീതിയിൽ വിവസ്ത്രനായി തന്നെയാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും. ഇവിടെ മൃതദേഹം കണ്ട ടോയ്ലറ്റും സിദ്ധാർത്ഥിന്റെ മുറിയും തമ്മിൽ സാമാന്യം അകലമുണ്ടായിരിക്കെ വിവസ്ത്രനായി സിദ്ധാർത്ഥൻ നടന്നു വന്ന് ആത്മഹത്യ ചെയ്തു എന്നതും വിശ്വസനീയമല്ല. പ്രത്യേകിച്ചും 2 ദിവസങ്ങളായി മർദ്ദനങ്ങളേറ്റ് അവശനായ നിലയിലുള്ള ഒരാൾ. അതുപോലെ തന്നെ ഫെബ്രുവരി 22-ന് അനുശോചന യോഗം എന്ന പേരിൽ നടന്ന മുൻകരുതൽ യോഗത്തിലെ ഡീനിന്റെ പ്രസംഗവും ഞെട്ടിക്കുന്നതും ദുരൂഹതകൾ നിറഞ്ഞതും സംഭവത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് തെളിവാക്കുന്നതുമാണെന്നും ആരോപണമുണ്ട്.